നമ്മളിതാ വഴുതന വെച്ചിട്ടുള്ള ഒരു സൈഡ് ഡിഷിന്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഒറ്റ വഴുതനങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ചോറിലേക്ക് കറികളൊന്നും തന്നെ വേണ്ട, മീനോ ഇറച്ചിയോ കറികളോ ഒന്നും തന്നെ വേണ്ട കേട്ടോ. അപ്പോൾ ഈ ഒരു വഴുതനങ്ങ മാത്രം മതി. അപ്പോൾ ഞാനിതാ ഈ ഒരു ഒറ്റ വഴുതനങ്ങ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് ഇതുപോലെ കനം കുറച്ചിട്ട് വട്ടത്തിലൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ ഇതുപോലെ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ ഈ ഒരു റെസിപ്പിക്ക്, അപ്പോഴേ ഉള്ള ഒരു നാടൻ ടേസ്റ്റ് ഒക്കെ കിട്ടുള്ളൂ. വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മുറിച്ചെടുത്തിട്ടുള്ള വഴുതനങ്ങയുടെ പീസുകൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വഴുതനങ്ങ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് കുക്കായിട്ട് വരും, ഒരുപാട് സമയമൊന്നും ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി വന്നാൽ ഇതിൻ്റെ ഈ ഒരു പതയൊക്കെ ഒന്ന് നിൽക്കും കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് ഇത് എണ്ണ തിളച്ചുകൊണ്ട് നിൽക്കുകയാണ്. വെളിച്ചെണ്ണ ആയതുകൊണ്ട് തന്നെ ഇതുപോലെ കുറച്ചൊരു പതകളൊക്കെ ഉണ്ടാവും കേട്ടോ. അതിൻ്റെ ഒരു വഴുതനങ്ങയിലുള്ള ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ ഇതൊന്ന് റെഡി ആയിട്ട് വരും. വഴുതനങ്ങ ഒന്ന് മൊരിഞ്ഞ് കുക്കായിട്ട് വന്നാൽ, അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നാൽ ഇതുപോലെ മുകളിലേക്ക് പൊങ്ങി വരും കേട്ടോ. ഇപ്പോൾ വഴുതനങ്ങ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്, ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഇതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഞാനിവിടെ ഒരു 4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. മുളക് ഓരോരുത്തരുടെയും എരിവിന് ആവശ്യമായിട്ടുള്ളത് എടുക്കാം കേട്ടോ. അതുപോലെ നമ്മൾ എത്ര വഴുതനങ്ങ വെച്ചിട്ടാണോ ചെയ്യുന്നത് അതിൻ്റെ അളവിനനുസരിച്ചിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു വഴുതനങ്ങയിലേക്ക് 4 വറ്റൽമുളകാണ് കേട്ടോ പാകം. അപ്പോൾ അത് എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് കോരിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 ഇല്ലി കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് അതും കോരി മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഞാനിതിലേക്കൊരു 7-8 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇത് ഒരുപാട് സമയം ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട കേട്ടോ. ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരല്പം ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് രണ്ടും കൂടെ ഒന്ന് കോരിയെടുക്കാം. ഇനി നമുക്ക് ആദ്യം ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇതവിടെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഇതുപോലെയുള്ള നമ്മിക്കല്ലുണ്ടല്ലോ, കുത്തുന്ന കല്ല്, ഉള്ളിയൊക്കെ ചതക്കുന്ന കല്ല്, ആ ഒരു കല്ല് എടുത്തിട്ട് അതിലേക്ക് ബാക്കിയുള്ള ചേരുവകളെല്ലാം ചേർത്ത് കൊടുക്കാം. പിന്നെ വഴുതനങ്ങയും ചെറിയുള്ളിയും പുളിയും ഇത്രയും സാധനങ്ങളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന്റെ കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചതച്ചെടുക്കുന്ന സമയത്തിന്. എന്നിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ട് ചതച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഉള്ളിയും വഴുതനങ്ങയും ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്, ഫ്രൈ ചെയ്തെടുത്തത് കാരണം. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ചതഞ്ഞ് കിട്ടും. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ചതച്ചെടുക്കാം. നമ്മൾ ഈ ഒരു ഇതിന്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ട് ചതച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമുക്കിത് ചതച്ചെടുക്കുന്ന സമയത്ത് കിട്ടുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ഒരു കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതെല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള ഒരു വെളിച്ചെണ്ണയിൽ നിന്ന് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ വഴുതനങ്ങ ചമ്മന്തി ഇവിടെ റെഡിയായി. എരിവും പുളിയും എല്ലാം ചേർന്നിട്ടുള്ള ഉപ്പും എല്ലാം ചേർന്നിട്ടുള്ള ഒരു അടിപൊളി ചമ്മന്തി തന്നെയാണ് കേട്ടോ ഇത്. ഇനി നമുക്കിത് നല്ല ചൂടില്ല ചോറിൽ ഇങ്ങനെ കുഴച്ചിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് വേറെ കറികളോ അല്ലെങ്കിൽ കൂട്ടാനുകളോ മീനോ ഇറച്ചിയോ ഒന്നും തന്നെ വേണ്ട കേട്ടോ. ഇത് മാത്രം മതി നമുക്കൊരു പ്ലേറ്റ് ചോറിനാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പം മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.